ഇനിയിപ്പോ ഏതോ തോട്ടിലോ പുഴയിലോ കടപ്പുറത്തോ ഏതെങ്കിലും ശവം കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. അല്ല ഒന്നുമില്ല. ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് നാളെ കടപ്പുറത്തൊരു ശവടിഞ്ഞ് ആകെ വെള്ളം കുടിച്ച് ചീർത്ത് ഇപ്പൊ പൊട്ടുന്നുള്ള അവസ്ഥയിലാ. അതൊന്ന് കാണണം. അത് വല്ലാത്ത ജാതി. വിവരം അറിഞ്ഞപ്പോ കുട്ടിന്റെ വീട്ടുകാരൊക്കെ കൂടി ഓടിപ്പാഞ്ഞെത്തി. നോക്കുമ്പോ എന്താ ആ കുട്ടിന്റെ ഓല് ഉദ്ദേശിച്ച ശവല്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ റെയിലുമെന്നാ കുട്ടിന്റെ ശവം കിട്ടി. അതുപോലെ തന്നെ ഇതും അങ്ങനാട് വിചാരിച്ചാ മതി. ആ മമ്മുഞ്ഞ കുറെ നേരമായല്ലോ, നിർത്തിക്കാടാ. ആ ഞാൻ നിർത്തി. ഇവിടുത്തെ കുട്ടിയല്ല വരുന്നേ. നല്ല കഥ. മനുഷ്യനെ പേടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ഇപ്പൊ അങ്ങനെ കേറി വരിക. പൊന്നു മോളെ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? വൈകുന്നേരം സ്കൂൾ വിട്ടു എവിടെ പോയി കിടക്കീനി അവള്? ആ കുട്ടീനെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കി. എന്താ സംഭവിച്ചെന്ന് പേടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച്. വിനയ, നീ ആ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോ. മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, എനിക്ക് ഒന്നുമില്ല. ഇത്ര നേരം നീ എവിടെയായിരുന്നു മോളെ? പറയാം, എല്ലാം പറയാം. ശ്രീദേവി, നീ ഒന്ന് സമാധാനിക്കേ. അവളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആ എല്ലാവരും എല്ലാരും പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ ഒന്നും കൊടുക്കാനില്ല. എല്ലാരും പോയി കടന്നുറങ്ങിക്കോളി. ആ പോട്ടെ പോട്ടെ പോട്ടെ. എല്ലാവരും നടന്നോടി. വേഗം പോയി ആല കൂടിക്കോളി. പോട്ടെ പോട്ടെ. ആ അല്ല, ഇയാളെന്താ പോണില്ലേ? അല്ല, ഓളാരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണോ അല്ലെങ്കിൽ ആരെ തട്ടിക്കൊണ്ട് പോയതാണോ എന്നറിഞ്ഞിട്ട് പോണതല്ലേ നല്ലത്. അത് അറിയുന്നതിന്റെ മുമ്പ് പോകുന്ന നിനക്കല്ലേ? അയ്യേ, ഏത് നമുക്ക് മോത്തേക്ക് ടോർച്ചടിക്കാം. കാക്കേ, ഒന്നിങ്ങോട്ട് വരി, പോവാ. നിന്റെ പെണ്ണുങ്ങളാ വിളിക്കുന്നത്. ചെല്ലങ്ങോട്ട്. എന്നാ ഞാൻ പോട്ടെ. തൊഴുത്ത് കയറാനായി. അല്ല, പൊരേ കയറാനായി. എന്നാ നമുക്കിറങ്ങിയാലോ? പോവാ. വിനയാ, ഞങ്ങൾ ഇറങ്ങാണേ. കാളപൂട്ടിന്റെ അതിശയം നമ്മള് പറഞ്ഞാനെ, അങ്ങനെ കാളയുടെ കൂടെ നമ്മള് നടന്നാനെ. പാട്ടം നിർത്തോ? മുണ്ടാതെ നടന്നോ, ചവിട്ടി കൂട്ടും ഞാന്. ഒരു ദിവസം പോലും മനസമാധാനം തരരുത് കേട്ടോ മനുഷ്യ. ഞാൻ എന്ത് ബാക്ക ചെയ്തിട്ടാ ഇങ്ങനെ നിലമ്പിട്ട് ചാടണത്? തൊള്ളേന്ന് വല്ലതും ചാടുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിച്ചോട്ടെ എങ്ങക്ക്. കല്യാണപ്പോരെയും മരിച്ച വീടും പള്ളിയും അങ്ങാടിയും ഒക്കെ ഒരുപോലെ എങ്ങക്ക്. നിങ്ങളെ നാവിൽ ലൈസൻസ് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ റബ്ബേ, ഈ ഒന്നും ചെയ്യണ്ടടി. ചെയ്യേണ്ടി മുഴുവൻ ഞാനാ. കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യേണ്ടത്. ചെയ്യേണ്ടി മുഴുവൻ ഞാനാ. വളരെ കൊട്ട അനക്ക് ഞാൻ കാണിച്ചു തരടി. ഓരോ ചെരുപ്പ് കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യേണ്ടത്. ഓടവിടെ ഇറങ്ങിട്ട് അന്റെ ബാപ്പ കുഞ്ഞിരായനെ വരെ വരച്ച വരെ നിർത്തിയില്ല ഞാന്. 3 നേരം മുരട്ടി മുടുങ്ങിയിട്ട് ഉള്ള ബറ്റുകുത്തല അത് ഞാൻ തീർത്തരടി. തൃശ്ശൂരാമ്പടിന്ന് ലോഡ് കാണിച്ചു പോത്തിനെ കൊണ്ടുവന്ന് മെരിക്കണേ എനിക്ക്. അന്നെ മെരിക്കാനാണ് ഈ പണി. കാണിച്ചു തരാം ഞാന്. ഓരോ ചട്ടിയും കലും ഈ പുതപ്പ് ഞാൻ കീറി വലിച്ചെറിയാം. ഈ കസാല ഇവിടെ വേണ്ട. ഈ ഇരിക്കേണ്ട ആരും ഇവിടെ കടന്നോളൂ. അന്റെ അടുക്കള എന്ന് ഞാൻ ശരിയാക്കിയരടി. ഇനി ഒരൊറ്റൊന്നും ഇവിടെ വെച്ച് തിന്നണ്ട. ഈ പൂച്ചണെന്ന് ഞാൻ കൊല്ലും. മണ്ടിക്കോ, ഇവിടെ തിരിച്ചു വരുമല്ലോ, അപ്പം കാണിച്ചു തരാ. ഒന്നുമില്ലേ? എറിഞ്ഞെടുക്കാൻ ഒന്നുമില്ലേ? ഔ എന്റെ അമ്മയെ വിളിച്ചു പറയാന്ന് വെച്ചപ്പോ എവിടെയാ STD ബൂത്തുള്ളേ? പിന്നെ 1-2 ചേട്ടന്മാരോട് ചോദിച്ചിട്ട് മൊബൈൽ ആരും തന്നില്ല. ആരാ എന്തെന്നറിയാതെ ഇന്നത്തെ കാലത്ത് ആരും മൊബൈലും തരില്ല മോളെ. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആ സമയത്ത് ഞാൻ രാധികയുടെ പിന്നാലെ നടക്കണോ, ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ ഓടണോ? അമ്മ തന്നെ പറയ്. ഞാനാണെങ്കി പേടിച്ചിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് തലങ്ങും വിലങ്ങും ഓടുമായിരുന്നു. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരനൊന്നും ചെയ്തില്ലേ മോളെ? എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. തെറ്റു ശരിയൊക്കെ രാധികയുടെ വീട്ടുകാർ വന്നിട്ട് തീരുമാനിക്കാന്ന് ഞാൻ പറഞ്ഞു. പ്രിൻസിപ്പളാണ്. ഓ, ഹലോ. സർ, അവൾ എത്തി സർ. ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ആദ്യം അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിച്ചു. ഹലോ, അതാ സാറിനെ വിളിച്ച് വന്നു. സാറിന് ഇപ്പൊ ബുദ്ധിമുട്ടായോ? എത്തിയതേ ഉള്ളൂ. ഓ, ഞങ്ങള് പേടിച്ചു പോയി. ശരി സർ. അയ്യോ വേണ്ട, ഓക്കെ സർ. ആ ഓക്കെ സർ. വെപ്രാളത്തിനിടയിലൊക്കെ താങ്ക് യു സർ. മറന്നുപോയതാ. താങ്ക് യു വെരി മച്ച്. റൈറ്റ്. എന്തായാലും ഞാൻ ഫേമസ് ആയി. സ്കൂളിൽ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. ഇനി ആരൊക്കെ അറിയണ്ടെച്ചാ വേഗം വിളിച്ചു പറഞ്ഞോളൂ അച്ഛാ. ആ ശോഭേ, മോള് വന്നു കേട്ടോ. ഒരു മിനിറ്റ്. ആ, ഹലോ. ഒരു കുഴപ്പമില്ല. നീ ചേച്ചി രാജേട്ടാ പറ. എല്ലാരും ഇങ്ങോട്ട് ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവള് വന്നു. വരാൻ വൈകുമെന്ന് പറഞ്ഞത് മാത്രം.
ഒരു മിനിറ്റ് ആരാ നോക്ക്. ആ. ഞാൻ ഇവിടെ പറഞ്ഞതാ, ഒന്നുമില്ല. മനുഷ്യനെ ആകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. എന്താ ഉണ്ടായത്? ചേച്ചി എന്നോടൊന്നും ചോദിക്കല്ലേ. പറഞ്ഞു പറഞ്ഞ് എന്റെ അണ്ണാക്കിലെ വെള്ളം വറ്റി. ആ മോളെ, അച്ഛാ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് ഫോൺ ചെയ്ത് ഉടനെ തന്നെ വരണമെന്ന് വിളിച്ചു പറഞ്ഞത്. ഏതായാലും പുറപ്പെട്ടതല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. മക്കളെ കൂട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഇന്നിവിടെ കഴിയായിരുന്നു. മോളെ, ആ ഫോണൊന്ന് നോക്ക്. ഇവള് വീട്ടിലെത്തിയെന്ന് അറിഞ്ഞതിന് ശേഷല്ലേ അമ്മേ ശ്വാസം നേരെ വീണത്? എന്താ സംഭവിച്ചത്? എവിടെയായിരുന്നു അവള്? ഇന്നൊരു നല്ല കാര്യ നടന്നത്. അമ്മായി ഞാൻ തന്നെയാ, വൃന്ദയാ. അയ്യോ ഒരു കുഴപ്പമില്ല അമ്മായി, ഞാനിതാ ഇപ്പൊ എത്തി. അച്ഛനും അമ്മയും കൂടെ ആകെ ബേജാറായി എല്ലാരും വിളിച്ചറിയിച്ചതാ. ഇല്ല കുഴപ്പമൊന്നുമില്ല. അതിനിടയിൽ ആ മമ്മുഞ്ഞ ഓരോന്ന് പറഞ്ഞത് കേട്ടപ്പോ എന്റെ നെഞ്ചിടിച്ചു പോയി മോളെ. എന്താ അയാള് പറഞ്ഞത്? നമ്മുടെ മോൾ ആരുടെ കൂടി ഒളിച്ചോടി പോയിന്നോ, അല്ലെങ്കിൽ ആരോ തട്ടിക്കൊണ്ടു പോയിന്നൊക്കെ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു കേട്ടു. അയാളുടെ വർത്തമാനത്തിന് ലൈസൻസ് ഇല്ലാന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് ശരി, അയാൾ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ? അയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. നിനക്ക് തരൂല ഞാൻ തന്നെ. വെറുതെ തൊടണ്ട. തരൂല. ഇത് മമ്മൂഞ്ഞാക്കിയുള്ളതാ. ഇങ്ങോട്ട് താ. ഞാൻ പറഞ്ഞില്ലേ. എന്താണ് എന്താണ് ഇവിടെ ഒരു കടിപിടി? സ്കൂളിൽ പോവാതെ മമ്മൂഞ്ഞാക്ക, ആ. ഞാൻ നല്ല പോയപ്പോ നിങ്ങൾക്ക് വേണ്ടി മധുരമുള്ള ഒരു സാധനം വാങ്ങി. ആ. ഈ കൊതിച്ചു പറഞ്ഞത് വേണമെന്ന് പറയാ. ഒന്നങ്ങോട്ട് തരൂ ഞാന്. എന്റെ വൃന്ദക്കുട്ടി എനിക്ക് സന്തോഷത്തോട് കൂടി തരുന്ന സാധനം എനിക്ക് വേണമെന്നോ? എന്താ അത്? അത് മധുരമുള്ള ഒരു സാധന. ആ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പുറേ പോയിട്ട് തിന്നോളാം. അല്ലാതെ നിങ്ങൾ ഇപ്പൊ തന്നെ തിന്നണം, എന്നാലേ എനിക്ക് സന്തോഷാവുള്ളൂ. നല്ല രസല്ലേ? വല്ലാത്ത ജാതി. ഉം. ഇത് കുറേശ്ശെ തിന്നാനും നിനക്ക് ചമല്ല, മുഴുവൻ തിന്നാ. കഴിച്ചോളൂ, നല്ല മധുര. ആ. കഴിച്ചോളൂ കഴിച്ചോളൂ. ഉം. ആ. വല്ലാത്ത ജാതി. എങ്ങനെയുണ്ട്? ഉം. നല്ല ടേസ്റ്റ് അല്ലേ? ഉം. എന്നാ ശരി, ഉം. ഞങ്ങള് പോട്ടെ മമ്മൂഞ്ഞാക്ക. ഉം. ആ? ശരി ശരി. ഉം. ഉം. വേഗം വാടി. കുട്ടികളെ എങ്ങനെ വേണം? വല്ലാത്ത ജാതി. ഹേയ്. Hey. അപ്പോഴത്തേക്ക് അടുത്ത ആള് കയറിയോ? ആരാത്? ഞാൻ കുറച്ച് കൈ ഇറങ്ങാന്. നിങ്ങൾ അപ്പുറത്ത് കോവാലാട്ടിന്റെ ഭാഗത്തോടത്ത് പോയിക്കോളി. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടും. അതല്ലേ വല്ലാത്ത ജാതി.
വരുവോ? ആ വേഗം വാ, ബെല്ലടിക്കാറായി. ആ വൃന്ദയുടെ കണ്ണിപ്പെട്ട ആകെ കുഴയും. വേഗം വാ. പാലത്തിനടുത്ത് നിന്നെ കാണാനപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു നിനക്ക് ഇതായിരിക്കും പണിന്ന്. ഇത് അയാളല്ല, ഗൾഫിൽ നിന്ന് ഉപ്പ വിളിച്ചതാ. ശരിയാ, ഒളിച്ചിരുന്ന് വിളിക്ക, എന്നെ കണ്ടുടനെ കട്ട് ചെയ്യാ, ഉപ്പ തന്നെ, യാതൊരു സംശയവുമില്ല. സോറി. എടി, അയാളിപ്പോ ഫോൺ വിളിക്കാറില്ലെന്ന് നീ എന്നോട് എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞു? മനുഷ്യന്മാരായ കുറച്ചൊക്കെ നാണം വേണം. ക്വാർട്ടർലി എക്സാമിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും വൃന്ദ എത്രയും കാലം പറഞ്ഞത് എന്തായിരുന്നു എന്ന്. എടി അതല്ല ഞാൻ. നീ ഒന്നും പറയണ്ട, സ്കൂളിൽ ബെല്ലടിക്കാറായി, വേഗം വാ. ശ്രീഹരി, സിതാര, C+, വൃന്ദാവിനയൻ, A+. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക. വെരി ഗുഡ്. സിഡാം സിഡാം. ഒരു എയും ബാക്കി മുഴുവൻ A+ഉം കിട്ടിയ കുട്ടികൾ ആരൊക്കെയാ? യു ആർ ആൾസോ വെരി ഗുഡ്. സിഡാം. B+ഉം ബിയും കിട്ടിയവർ എഴുന്നേൽക്കൂ. ഓക്കെ, ഗുഡ്. ബിയും സിയും കിട്ടിയവർ. സാരമില്ല, അടുത്ത പരീക്ഷയിൽ നന്നായി ശ്രമിച്ചാൽ നിങ്ങൾക്കും നല്ല മാർക്ക് കിട്ടും. സിഡോ. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ കുട്ടികൾ ഈ ക്ലാസ്സിലാണ്. എൻ്റെ മറ്റൊരു അഭിമാനം, ഈ സ്കൂളിലെ ആകെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഈ ക്ലാസ്സിലെ ഒരു കുട്ടിക്കാണ്. വൃന്ദാവിനയൻ. ഉം. 99% മാർക്ക് അവൾ നേടിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളിൽ ഒരാൾ വൃന്ദയായിരിക്കും. വൃന്ദാവിനയൻ, കൺഗ്രാജുലേഷൻസ്. സമ്മാനം ഒന്നുമില്ലേ സാർ? തീർച്ചയായും. ഇത് കാഴ്ചക്ക് ചെറിയ സമ്മാനമാണെങ്കിലും അറിവിന്റെ പ്രതീകമാണ്. വൃന്ദ, കമോൺ. താങ്ക് യു സർ. വെൽക്കം. ഓക്കെ. അതുപോലെ ക്ലാസ് ടീച്ചർ എന്ന നിലക്ക് എനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യവും ഈ ക്ലാസ്സിൽ തന്നെയാണ് സംഭവിച്ചത്. +1 പബ്ലിക് എക്സാമിൽ പോലും 97% മാർക്ക് വാങ്ങി മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട സിതാരയ്ക്ക് ഈ പരീക്ഷയിൽ A+ പോയിട്ട് ഒരു A പോലും കിട്ടിയില്ല എന്നത് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ വേദനയാണ്. സിതാര, കരയണ്ട, സാരമില്ല. എനിക്ക് പേഴ്സണലായിട്ട് സിതാരയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. വൃന്ദ, ശ്രുതി, ഷൈമ, നിങ്ങൾ 3 പേരും ഇന്റർവെല്ലിന് എന്നെ വന്ന് കാണണം. അതെ,
സമ്മാനം എന്നൊക്കെ പറഞ്ഞ ഒരു അംഗീകാരമാണ് മോളെ. അതിന് 100 കിലോ വെയിറ്റ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വലിയ വലിയ മഹാന്മാരൊക്കെ സമ്മാനം കൊടുക്കുന്നതിൽ അധികവും പേനയും പുസ്തകങ്ങളൊക്കെയാ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മാനം കിട്ടുമ്പോ വല്ല പുട്ടോ ഉണ്ടപ്പൊരിയൊക്കെ വാങ്ങിത്തരാൻ പറയാം. അപ്പൊ സന്തോഷാവില്ലേ? ആ, നമ്മളെത്ര വായിട്ടലച്ചിട്ടും സിത്താരത്തൊക്കെ ഒരു മിണ്ടാട്ടമില്ല. അവക്ക് അഹങ്കാരടി. എല്ലാ വിഷയത്തിലും ഒരു കൊട്ട മാർക്ക് വാങ്ങിയതിന്റെ അഹങ്കാരം. ഷൈമ, ഊതണ്ട. +1 എല്ലാ പരീക്ഷയ്ക്കും മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ആളാ സിത്താര. അത് കഴിഞ്ഞ വർഷം. ഈ വർഷം അവൾ വെറും സ്റ്റുഡന്റ് മാത്രല്ല, ഒരു കാമുകി കൂടിയാ. പഠിച്ചില്ലെങ്കിൽ എന്താ, രാത്രിയും പകലൊക്കെ സൊള്ളാൻ ഒരാളുണ്ടാവാന്ന് വെച്ചാ അതൊരു ഭാഗ്യാണേ. എന്റെ മൊബൈലിലേക്ക് ഒരു മിസ് കോൾ അടിക്കാൻ പോലും ഒരുത്തനും തോന്നണില്ല. അല്ല സിത്താര, നീ അവിടെ നിൽക്കണോ? ഇവര് വല്ലതൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇങ്ങ് വന്നേ. വാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ സമാധാനമായല്ലോ. വെറുതെ ആവശ്യമില്ലാത്തടത്ത് വായിട്ടലച്ചിട്ട്. ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലടി, എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കണേ? വലിയ തമാശ. എന്തായാലും നിങ്ങൾ പൊക്കോ, നാളെ കാണാം. ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. സിത്താര, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് പറയാ, നിനക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. നീ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അത് നീ മറക്കരുത്. ഒരു തമാശക്ക് തുടങ്ങിയതാ, വല്ലാതെ അടുത്തുപോയി. നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എടീ, ആണുങ്ങൾ പലതും പറഞ്ഞു പിന്നാലെ കൂടും. പക്ഷേ നഷ്ടങ്ങൾ മുഴുവൻ നമുക്കായിരിക്കും. നിന്റെ നഷ്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി നിനക്ക് ഒരു B+ പോലും ഈ പരീക്ഷയിൽ കിട്ടിയില്ല. എന്നിട്ടും നിനക്ക് ഒരു ദുഃഖവും തോന്നുന്നില്ലേ? ബസ് സ്റ്റോപ്പിലും മങ്ങാടികളിലും ഓവുപാലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന അലവലാദികൾക്ക് കളിച്ചു രസിക്കാനുള്ളതാണോ നമ്മൾ പെൺകുട്ടികളുടെ ജീവിതം? ഈ ബന്ധം നീ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഗൾഫിലുള്ള നിന്റെ ഉപ്പയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം. ആ പാവം മരുഭൂമി കിടന്ന് ഉരുകുകയാ മകൾക്ക് വേണ്ടി. മകളോ വേറെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു. ഈ വിവരം ഗൾഫിൽ നിന്റെ ഉപ്പയുടെ ചെവിയിലെത്തിയ ഹൃദയം പൊട്ടി മരിച്ചു പോവും ആ പാവം. നിന്റെ ഉപ്പയോടുള്ള ഒരു ബാധ്യത എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഉപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ ഉമ്മ, അനിയത്തിമാർ, പിന്നെ നിന്റെ ഫ്രണ്ട്സായ ഞങ്ങൾക്കൊക്കെ വേണ്ടി. കഴിയോ നിനക്ക്? പ്രോമിസ്? ഈ പുല്ല് എവിടെ പോയത്? ഛേ